നിങ്ങളുടെ ഇഷ്ടം പോലെ രാത്രിയും പാതിരാത്രിയൊക്കെ കയറി വരാനുള്ള സ്ഥലമല്ല ഇത്. 6 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 6 മണി, മനസ്സിലായോ? ഇന്നലെ രാത്രി 8:30 മണി വരെ എവിടെയായിരുന്നു? ആരാ ഇവിടെ കൊണ്ടു വിട്ടത്? എന്റെ കസിൻ. കസിനും കുഷിനും ഒക്കെ പതിവ് വിളച്ചില്ല. അതൊന്നും ഇവിടെ വേണ്ട. ഇവിടത്തെ ചിട്ട പാലിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ വേറെ സ്ഥലം അന്വേഷിച്ചോണം. ക്ഷമിക്കണം ചേച്ചി, ഇനി ആവർത്തിക്കില്ല. പോയിക്കോളൂ. ചേച്ചി, ഇതാണ് മീര. പേരും വിവരം ഒക്കെ ഇതിൽ എഴുതിക്കോ. ആ കുട്ടി എഴുതട്ടെ. ഇവിടത്തെ ചിട്ടകളൊക്കെ കണിശമായി പാലിക്കണം. വാടക കൃത്യമായി തരണം. കസിനും കിസിനും ഒന്നും ഇവിടെ അന്വേഷിച്ച് വരാൻ പാടില്ല. നല്ല സൽപ്പേരുള്ള സ്ഥാപനമായത്. ഞാൻ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഉള്ള കാര്യം ആദ്യമേ പറയാണ്. വാടകയും ഭക്ഷണവും ഉൾപ്പെടെ 277 രൂപ. പിന്നെ ഒരു 7,000 രൂപ. അതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താടി 7 രൂപ 50 പൈസയുടെ കണക്ക്? 4.25 രൂപ കറണ്ടിന്, 2.25 രൂപ വെള്ളത്തിന്. അവർക്ക് ഒരു മനുഷ്യ പറ്റൂല്ലടി. കാശെന്ന് പറഞ്ഞ ചാവും. ഇഷ്ടം പോലെ കാശുള്ള കുടുംബ. ആകെ ഒരു ചേട്ടനെ സ്വന്തമായിട്ടുള്ളൂ. അങ്ങേര് ഗൾഫിലാ. കിട്ടുന്ന കാശൊക്കെ ഇരുന്ന് തുരുമ്പ് പിടിക്കുക. എന്നാൽ ആർത്തി തീരുന്നില്ല. എത്ര സമ്പാദിച്ചിട്ടെന്താ? മംഗല്യഭാഗ്യമില്ല. അതെന്താ? കഥയൊക്കെ പിന്നെ. മണി 8 ആവുന്നു. നിനക്കൊന്ന് ജോയിൻ ചെയ്യണ്ടേ? വേഗം കുളിച്ച് ഒരുങ്ങിക്കോ. നിന്നെ ബാങ്ക് കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. എവിടെയാണ് ബാത്റൂം? ദാ ആ കാണുന്ന കിണറ്റിന്ന് വെള്ളം കോരി കുളിക്കാം. അപ്പുറത്ത് മറപ്പുരയുണ്ട്. അപ്പോ ഇവിടെ പൈപ്പില്ലേ? പൈപ്പോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി മോളെ. പിന്നെന്തിന് 2.25 രൂപ? അതോ കിണറ് കുത്തിയതിന് ഒരുപാട് കാശായെന്ന്. ആ നീ വേഗം പോയി കുളിച്ചിട്ട് വാ. ഹലോ, പത്രം വായിച്ചോണ്ടിരിക്കല്ലേ? എന്താ വേണ്ടേ? അല്ല, ഇരുന്ന് സംസാരിക്കാം, അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ഞാൻ അരവിന്ദാക്ഷൻ. എനിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണം. അതിന് ആരെങ്കിലും ഒരാൾ നിങ്ങളെ പരിചയപ്പെടുത്തണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ തന്നെ പരിചയപ്പെടുത്താം. അല്ല, ഫുൾ അഡ്രസ് വേണ്ടി പറയാട്ടോ, പ്രശ്നമില്ല. പാലക്കപ്പറമ്പിൽ കൃഷ്ണനായർ മകൻ അരവിന്ദാക്ഷൻ നായർ. അതെ അതെ, ആ പറഞ്ഞ ആള് നിങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ? അതിനല്ലേ സാറേ ഞാൻ എന്റെ ഫോട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ല, ഇതാ. ഇവിടെ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ പരിചയമുള്ള ഒരാള് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഓ അങ്ങനെ. അല്ല അല്ല സാറേ, ഞാൻ പോട്ടെ. ബിസി അല്ലേ? അല്ല, എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. സാർ, പുതിയതായി ജോലിക്ക് ചേരാമെന്നൊരു പെൺകുട്ടി പുറത്ത് നിൽക്കുന്നു. വരാൻ പറയൂ. ഇതാ അവിടെ. ഗുഡ് മോർണിംഗ്. ആ മീര അല്ലേ? ഇരിക്കൂ. നന്ദൻ വരാൻ പറയൂ. ഇവിടെ താമസമൊക്കെ ശരിയായോ? എന്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു കുട്ടി ഇവിടെ പഞ്ചായത്ത് ഹൗസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ കൂടെ വനിതാ സേനത്തിൽ മുറി കിട്ടി. ഓ നന്നായി. ആ നന്ദൻ, ഇത് മീര. പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത് നന്ദകുമാർ. രാവിലെ കണ്ടു റെയിൽവേ സ്റ്റേഷനിൽ. സാറ് പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പോലീസ് ഇൻസ്പെക്ടറോ? ഞങ്ങൾ ഓട്ടോയിൽ കയറുന്നതിനിടയ്ക്ക് സാറ് ജീപ്പ് വരാനിട്ട്. അപ്പോ രാവിലെ സാറ് പിള്ളേരുടെ അഭ്യാസം കാണിച്ചില്ലേ? എന്തെല്ലാം വേഷം കെട്ടിയാലാ ജീവിച്ചു പോവുക. മീര, ഇത് പോലീസും പട്ടാളൊന്നും അല്ല, ഇവിടുത്തെ അക്കൗണ്ടന്റാ. മീര ഇരിക്കും. ഞാൻ നന്ദനെ വിളിപ്പിച്ചത്, മീര ഫ്രഷ് അപ്പോയിന്റ്മെന്റ് അല്ലേ? ഡെസ്പാച്ച് ഇരുത്തിയാലോ? എവിടെയെങ്കിലും നിക്ഷേപിക്കും. അവനങ്ങനെ കാര്യാക്കണ്ട. തൽക്കാലം ഡെസ്പാച്ചിൽ ഇരിക്കാം. എന്താ? ഹലോ, ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ കാര്യം? അതെ, ശരിയാവില്ല. എന്ത് ശരിയാവില്ല? അല്ല, എന്തും ശരിയാവില്ല. അതെ, അത് വേണ്ട. പൊക്കോ, നിങ്ങൾ പൊക്കോ. തനിക്കെന്താ വട്ടാണോ? വട്ടോ? വട്ട് നിന്റെ മറ്റവനാ. ഹലോ ചേട്ടാ, ചേട്ടാ, ഒന്ന് ചോന്നേ.
അയ്യോ ചേട്ടാ, ഞാൻ മറന്നുപോയി കേട്ടോ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേരോ? ആ, വർക്കി. ആ ഇപ്പോഴും ആ പേര് തന്നെയാണോ? അതെ. ശരി. ആട്ടെ, അപ്പനൊക്കെ സുഖാണോ? എന്റെ അപ്പനോ? ആ, എന്റെ അപ്പം പണ്ടേ മരിച്ചു പോയല്ലോ. അത് സാരമില്ല. അല്ല, എന്നെ മനസ്സിലായോ? ഇല്ല. ആ, അപ്പനറിയാമായിരുന്നു. ഞാനാണ് പാലക്കപ്പറമ്പിൽ കൃഷ്ണൻ നായർ മകൻ അരവിന്ദാക്ഷൻ നായർ. ഇപ്പൊ മനസ്സിലായോ? ആ, മനസ്സിലായി. അട്ടെ, ഇതുപോലെ വേറെ ആരെങ്കിലും ചോദിച്ചാ പറയോ? ഉവ്വ്. അങ്ങനെ വരട്ടെ. അട്ടെ ചേട്ടനേ, ആ. എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ആ. ദേ, ആ ബാങ്ക് വരെ ഒന്ന് വരണം. എന്നിട്ട് എന്നെ അറിയും എന്നൊന്ന് പറയാവോ? ആ. ചേതമില്ലാത്ത ഉപകാരമില്ല ചേട്ടാ. പറയാം. അല്ല, ചേട്ടൻ ഒന്ന് പിടിച്ചേ. ചേട്ടൻ ബീഡി വലിക്കോ? ബീഡി വലിക്കൂല. അതെന്താ അങ്ങനെ? ആഹാ. ആട്ടെ, സ്മാൾ അടിക്കോ? ഒരു ചെറുത്. അത് വേണ്ട, അത് വേണ്ട. എന്നെ പറ്റിക്കാനാ. ചേട്ടൻ കള്ളൂടി നിർത്തിയിട്ട് വർഷങ്ങളായത് എനിക്ക് അറിഞ്ഞൂടെ. കള്ളൻ. കൈ പിടിക്കല്ലേ? കേറി വന്നേ. വലിക്കല്ലേ? ആ പ്രശ്നം, ഒരു പ്രശ്നം. സ്മാൾ വാങ്ങിക്കും. എന്നാ ശരി. ഇതെന്റെ സ്വന്തം ആളാന്ന് കൊണ്ടുപിടിച്ച് നാറിയിട്ട് വല്ല പിടി. ഇതെന്റെ സ്വന്തം ആളാ. ഇത് ശ്രീമാൻ വക്രി ചേട്ടൻ. അല്ല പാപ്പ, വർക്കി ചേട്ടൻ. ഇദ്ദേഹം എന്നെ അറിയും. നിങ്ങളാരാ? ഞാൻ കുറച്ച് കിഴക്കുള്ളതാ. എന്റെ മോളെ കെട്ടിച്ചത് പോകുന്ന ഇയാളെന്നെ പിടിച്ചോണ്ട് എന്നെ പരിചയപ്പെടുത്താൻ ഒരാൾ വേണമെന്നല്ലേ സാറ് പറഞ്ഞത്? ഇനി വാക്ക് മാറരുത്. ചേട്ടനൊരു കാര്യം ചെയ്യ്. വെയിൽ മുക്കുന്നതിന് മുമ്പ് മോളുടെ വീട്ടിലേക്ക് പോ. ചെല്ലേ. അപ്പോൾ സാറേ, എന്റെ അക്കൗണ്ടിന്റെ കാര്യം എങ്ങനെയാ? എന്റെ പൊന്നു ചങ്ങാതി, പരിചയപ്പെടുത്താൻ ഒരാള് വേണമെന്ന് പറഞ്ഞത് വഴി കണ്ടവരെ വിളിച്ചോണ്ടിരാനല്ല. നിങ്ങൾക്ക് പരിചയമുള്ള, ഞങ്ങൾ അറിയുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഉള്ള ഒരാള്. അല്ല, സാറിന് ഇവിടെ അക്കൗണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ സാറിന് അറിയുമല്ലോ. പിന്നെന്താ? എത്ര രൂപയുണ്ട് ഇടാൻ? ഉയ്യോ, ഇടാനല്ല, എടുക്കാൻ. ലോൺ. ഇത് പണ്ടൊരു മീൻകാരി പറഞ്ഞ പോലെ പകൽ മുഴുവൻ മീൻ കൊട്ട ചുമക്കണം. പാതിരായാവുമ്പോ അത് ഞാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ ഇതാണ് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ആഗ്രഹമില്ലാണ്ടാണോ അളിയാ? ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്. ഇനിയിപ്പോ ഒരു പെങ്ങളുള്ളതും കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആശാന് ഷഷ്ടിപൂർത്തിയാവും. അപ്പൊ ഷട്ടുപൂർത്തിയും കല്യാണം ഒന്നിച്ച് നടത്താൻ ചെലവും കുറഞ്ഞിരിക്കും. അങ്ങനെ ആവുമ്പോ പിള്ളേരുണ്ടാവും എന്നുള്ള പേടിയും വേണ്ട. അനിയത്തിക്ക് ഇപ്പൊ ഒരു ആലോചന വന്നിട്ടുണ്ട്. തറവാടും സൗകര്യമൊക്കെ പാർട്ടിയാ. അതിലൊന്നും ഒരു കാര്യമില്ല ആശാനെ. എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? ഇതെല്ലാവരും പറഞ്ഞിട്ട് കേട്ടപ്പോ കോലോത്ത പ്രൗഢി. ഇതിപ്പോ ഒരു ഭാഗ്യം വരാനില്ലെന്നാ എല്ലാരും പറഞ്ഞേ. എന്നിട്ട് അളിയനും പെങ്ങളും കൂടെ തക്കട തരികട. അതങ്ങനെ അവിടെ തക്കുമ്പോ തരങ്കപ്പളി ഉണ്ടായിട്ട് വേണ്ടേ? അളിയനാണെങ്കിൽ 24 മണിക്കൂർ അടിച്ച് പൂക്കുറ്റിയായിട്ട് നടക്കുക. അതാ അമ്മയ്ക്കിപ്പോ ഒരു വലിയ മനപ്രയാസം. കുറെ നേരായല്ലോ നീ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ, സ്ഥലം മാറിയതിന്റെ വിഷമാണോ? അതല്ലടി, ബാങ്കിലെ കാര്യം ഓർത്തിട്ടാ. അതൊക്കെ ശരിയാവും മോളെ. തുടക്കത്തിൽ എല്ലാവർക്കും ഇങ്ങനെയല്ലേ. നീ വാ, അകത്തൊന്നിരിക്കും. ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ സാരമില്ലായിരുന്നു. ഒരു സംശയം ചോദിക്കാൻ ചെന്നാ കടിച്ചു തിന്നാൻ വരും. അല്ലേലും നീ ഒരു തൊട്ടാവാടിയാ. മുഴുവൻ ആണുങ്ങളാ, ഞാൻ മാത്രം പെണ്ണ. നീ അപ്പൊ അതിന്റെ ഒരു സ്റ്റൈലിലങ്ങ് ഇരുന്നേക്കണം. ഗമയുള്ളവരൊക്കെ അപ്പൊ താനെ താഴെ വരും. മാനേജർ പാവമാ, ആ കള്ള പോലീസുകാരനാ മൂച്ച്. കടിച്ചു കീറാൻ വരുന്നത് പോലെ. നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്താ ഇത്? പാതിരാത്രി രണ്ടും കൂടെ ലൈറ്റ് വിട്ട് പുരാണം പറിച്ചില്ല? മാസം കറണ്ടിന്റെ ബില്ല് എത്രയാവുന്നുണ്ടെന്ന് അറിയാമോ? അതിനല്ലേ 4.25 രൂപ അങ്ങ് എണ്ണി തിരുമ്പി തരുന്നത്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഈ നൈറ്റ് ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയായിരുന്നു. ഉം.